ഗുഡ് മോർണിംഗ്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. നെക്സ്റ്റ്, ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951-56 കാലഘട്ടമായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി നിലവിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 1951 തുടങ്ങി 56 വരെയായിരുന്നു. ഇവിടെ പ്രധാന ലക്ഷ്യം വെച്ചിരുന്നത് കാർഷിക മേഖലയായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക മേഖലയെ പുനരുദ്ധരിക്കാനുള്ള നടപടിയെടുത്തു. ഒന്നാമതായിട്ട് കാർഷിക മേഖലയെ പുനരുദ്ധരിക്കാനുള്ള നടപടിയെടുത്തു. 2, ഭൂപരിഷ്കരണത്തിലൂടെ മധ്യവർത്തികളെ ഒഴിവാക്കി. അതിനുശേഷം ഭൂപരിധി നിശ്ചയിച്ചു. ഒരു വ്യക്തിക്ക് സ്വന്തമാക്കാവുന്ന പരമാവധി ഭൂമി എത്രയാണെന്ന് നിയമം വന്നു. അപ്പോൾ ഭൂപരിധി നിശ്ചയിച്ചു. ഒരു വ്യക്തിക്ക് സ്വന്തമാക്കാവുന്ന പരമാവധി ഭൂമി എത്രയാണെന്ന് നിയമം വന്നു. പിന്നെ ഒന്നാം പഞ്ചവത്സരക്കാലത്ത് വന്ന ഏറ്റവും മഹത്തായ ഒന്നാണ് ഹരിത വിപ്ലവം. പുത്തൻ സാങ്കേതിക വിദ്യകളും കൃഷിരീതികളും അത്യുൽപാദന വിത്തിനങ്ങളും ഉപയോഗിച്ച് ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ വൻ വർധനവും ഉണ്ടാക്കി. അപ്പോൾ പുത്തൻ സാങ്കേതിക വിദ്യകളും കൃഷിരീതികളും അത്യുൽപാദന വിത്തിനങ്ങളും ഉപയോഗിച്ച് ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ വൻ വർധനവും ഉണ്ടാക്കി. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു MS സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്ന്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി? അതിൻ്റെ കാലഘട്ടം 1951 മുതൽ 56 വരെ. അതിനകത്ത് ആദ്യം വന്ന ആദ്യത്തെ ലക്ഷ്യം കാർഷിക മേഖലയെ പുനരുദ്ധരിക്കുക. പിന്നെ ഭൂപരിഷ്കരണ നിയമം വന്നു. പിന്നെ ഭൂപരിധി നിശ്ചയിച്ചു. പിന്നെ ഹരിത വിപ്ലവം. നെക്സ്റ്റ്, ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ. ഹരിത വിപ്ലവം എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കും. അതേപോലെ തന്നെ ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങളും ചോദിക്കാം കേട്ടോ, ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ മൊത്തത്തിൽ ഹരിത വിപ്ലവം എന്താണ്, അതിൻ്റെ ഗുണങ്ങളും പോരായ്മകളും എന്ന് പറഞ്ഞിട്ട് 6 മാർക്കിൻ്റെയോ 8 മാർക്കിൻ്റെയോ എസ്സേ ആയിട്ട് ചോദിക്കാം. ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ: ഭക്ഷ്യക്ഷാമം ഇല്ലാതായി. ഭക്ഷ്യധാന്യ ശേഖരത്തിൽ നിന്നും പൊതുവിതരണ സംവിധാനത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഭക്ഷ്യധാന്യ ശേഖരത്തിൽ നിന്നും പൊതുവിതരണ സംവിധാനത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാനായിട്ട് കഴിഞ്ഞു. നെക്സ്റ്റ്, ഹരിത വിപ്ലവത്തിൻ്റെ പോരായ്മകൾ. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഹരിത വിപ്ലവത്തിൻ്റെ പോരായ്മകൾ? വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിൽ അന്തരം വർദ്ധിച്ചു. തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഹരിത വിപ്ലവത്തിൻ്റെ ഗുണം കൂടുതൽ ലഭിച്ചത് ധനിക കർഷകർക്കായിരുന്നു. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ഗുണം കൂടുതൽ ലഭിച്ചത് ആർക്കായിരുന്നു? ധനിക കർഷകർക്കായിരുന്നു. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഇതിൻ്റെ ഒന്നാം ഘട്ടം ചില സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടം ചില സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നു. അതുപോലെ തന്നെ യന്ത്രവൽക്കരണം വന്നതും ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ യന്ത്രവൽക്കരണം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? തൊഴിൽ നഷ്ടമുണ്ടാക്കി. പിന്നെ വാണിജ്യ വിളകൾക്കായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. ഹരിത വിപ്ലവത്തിൽ വാണിജ്യ വിളകൾക്കായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. ഭക്ഷ്യവിളകളിൽ ഗോതമ്പിന് മാത്രമാണ് പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്ന് വിളിക്കുന്നു. അപ്പോൾ കൂടുതലും വാണിജ്യ വിളകൾക്കായിരുന്നു പ്രാധാന്യം നൽകിയത്. ഭക്ഷ്യവിളകളിൽ ഗോതമ്പിന് പ്രാധാന്യം നൽകിയതിനാൽ ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്നും വിളിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1956 വ്യവസായ നയങ്ങൾ എന്തൊക്കെ? അപ്പോൾ മൊത്തം വ്യവസായങ്ങളെ 3ആയിട്ടാണ് തിരിച്ചത്. ഇവിടെ 1956 വ്യവസായ നയപ്രകാരം മൊത്തം വ്യവസായങ്ങളെ 3ആയിട്ട് തിരിച്ചു. പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ളവ. ഒന്നാമത്തെ എന്താണ്? പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിൽ ഇരിക്കേണ്ടവ. 2, പൊതുമേഖലയും സ്വകാര്യ മേഖലയും ചേർന്ന് ആരംഭിക്കാവുന്നവ. രണ്ടാമത്തത് പൊതുമേഖലയും സ്വകാര്യ മേഖലയും ചേർന്ന് ആരംഭിക്കാവുന്നവ. മൂന്നാമത്തത് സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾക്കു വിധേയമായി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കാവുന്നവ. 3, സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കാവുന്നവ. ഇതായിരുന്നു 1956 വ്യവസായ നയം. നെക്സ്റ്റ്, ചെറുകിട വ്യവസായങ്ങൾ. ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് വിശദമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ട പോയിന്റുകൾ.
ചെറുകിട വ്യവസായങ്ങൾ കൂടുതലും തൊഴിൽ ശക്തിയെ കൂടുതലായി ആശ്രയിക്കുന്നതിനാൽ ഇവ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ ചെറുകിട വ്യവസായങ്ങൾ കൂടുതലും തൊഴിൽ ശക്തിയെ ആശ്രയിക്കുന്നതിനാൽ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ മുതൽ മുടക്ക് മതിയാവും. ചെറുകിട വ്യവസായങ്ങൾക്ക് കുറഞ്ഞ മുതൽ മുടക്ക് മതിയാകും. ചെറുകിട വ്യവസായങ്ങൾ ഗ്രാമപ്രദേശത്തായതിനാൽ ഗ്രാമങ്ങളുടെ വികസനത്തിന് സഹായകമാകും. ചെറുകിട വ്യവസായങ്ങൾ ഗ്രാമപ്രദേശത്തായതിനാൽ ഗ്രാമങ്ങളുടെ വികസനത്തിന് സഹായമാവും. വൻകിട വ്യവസായങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പരിസര മലിനീകരണം കുറവായിരിക്കും. വൻകിട വ്യവസായങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പരിസര മലിനീകരണം കുറവായിരിക്കും. അസംസ്കൃത വസ്തുക്കൾക്കായി കാർഷിക മേഖലയെ ആശ്രയിക്കുന്നതിനാൽ കൃഷി അഭിവൃദ്ധിപ്പെടും. അസംസ്കൃത വസ്തുക്കൾക്കായി കാർഷിക മേഖലയെ ആശ്രയിക്കുന്നതിനാൽ കൃഷി അഭിവൃദ്ധിപ്പെടും. അപ്പോൾ ചെറുകിട വ്യവസായങ്ങളുടെ പ്രത്യേകതകളോ ചെറുകിട വ്യവസായങ്ങൾ എന്താണെന്ന് വിശദമാക്കാനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മാർക്സ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 പ്രത്യേകതകൾ എഴുതാൻ 2 മാർക്സ് ക്വസ്റ്റ്യനോ ഒക്കെ വരാം. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് എഴുതേണ്ടത്.